ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നേരിലൊന്ന് വന്ന് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുതിയതായി വരുന്നുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ തുടർന്ന് വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം. ഒരിക്കൽ കൂടെ നന്ദി. സീസണിൽ കിട്ടുന്ന മാങ്ങ അടുത്ത സീസൺ വരെ എന്തൊക്കെ രീതിയിൽ ചെയ്ത് വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും പൂപ്പൽ പിടിക്കാതെ മാങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാത്ത ഒരു മാങ്ങ അച്ചാർ 1 വർഷത്തിൽ കൂടുതൽ കേടാവാതിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിലിടാനുള്ള മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഉപ്പിലിടാനായിട്ട് നമ്മൾ ഒട്ടും കേടില്ലാത്ത മാങ്ങ നോക്കിയെടുക്കാം. കേട് അതുപോലെ നമ്മൾ തറയിൽ വീഴുമ്പോൾ പൊട്ടുന്നത് അങ്ങനെയുള്ള മാങ്ങയൊന്നും എടുക്കരുത്. നല്ല ഒട്ടും കേടില്ലാത്ത മാങ്ങ എടുക്കാം. നന്നായിട്ട് തുടച്ചെടുക്കാം. ഇനി നമ്മൾ ഈ തുടച്ച് എടുത്ത മാങ്ങ തിളച്ച വെള്ളത്തിൽ പെട്ടെന്നൊന്ന് ഇട്ട് എടുക്കാം. ഇനി നല്ല കഴുകി ഉണക്കിയ കണ്ണാടി കുപ്പിയോ കണ്ണാടി ബോട്ടിലോ ഭരണിയോ എടുക്കാം. പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വയ്ക്കരുത്. ഇനി നമുക്ക് ഈ ഒരു കണ്ണാടി ബോട്ടിലിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം തിളപ്പിച്ച് ആറിയ വെള്ളം, പച്ചവെള്ളം എടുക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം എടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടപ്പടച്ചിട്ട് കുലുക്കി നന്നായിട്ട് കളയണം. ഈ വെള്ളം ഒന്ന് കളഞ്ഞ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തു. പച്ചവെള്ളം എടുക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണം. ഇനി ബോട്ടിൽ അടച്ചിട്ട് നന്നായിട്ട് കുലുക്കി ഈ വെള്ളത്തിനെ നമുക്ക് കളയാം. അടപ്പിലും ഈ വെള്ളം കൊള്ളണം. എന്നിട്ട് ഇതിനെ ഒന്ന് കളയാം. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഉപ്പ് വെള്ളം കൊണ്ട് കഴുകിയെടുത്ത ബോട്ടിൽ ഇനി നമ്മൾ കൈ നല്ല ഡ്രൈ ആയിരിക്കണം. ഇതിട്ട് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. അതും ഞാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തു. കുപ്പി ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്ത പോലെ ഇതും ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്തു. നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് അതിൽ കഴുകിയെടുത്തു. ഇനി നമുക്ക് വെള്ളം നമ്മൾ തിളപ്പിച്ച് ചെറിയൊരു ചൂടുണ്ട്, ആ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മുങ്ങിക്കിടക്കത്തെ തൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കുന്നതിന് നമുക്കൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്പൂണ് കൊണ്ട് ഒന്ന് താഴ്ത്തി ഇളക്കി കൊടുക്കാം. നല്ല ഡ്രൈ സ്പൂണ് കൊണ്ട് ചെയ്യാം.
അപ്പോൾ നമുക്കൊരു 100 ml നല്ലെണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാൻ 2 മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ മാങ്ങ കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ കടുകിട, ഉലുവ ചേർക്കാം, വറ്റൽമുളക്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തു. മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തില്ല. മാങ്ങയിലൊന്നും ഉപ്പ് ചേർക്കാതെയാണ് മാങ്ങ വറുത്തെടുത്തത്. 1 ടേബിൾ സ്പൂൺ അരച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് നമ്മൾ വറുത്തെടുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ തീയിലിട്ട് നമ്മൾ പൊടിയെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇതും നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്, പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാവും. അപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.